കെ പി കെ പി ജ്യോതിഷത്തിൽ ഏഴാം ഭാവം പ്രശ്നങ്ങളും പരിഹാരങ്ങളും മലയാളത്തിൽ. ഏഴാം ഭാവം വിവാഹം, ജീവിത പങ്കാളി, ദാമ്പത്യ ജീവിതം, ബിസിനസ് പങ്കാളിത്തം, പൊതുജനങ്ങളുമായുള്ള ബന്ധം എന്നിവയെ സൂചിപ്പിക്കുന്നു. കെ പി അസ്ട്രോളജിയിൽ ഏഴാം ഭാവത്തിന്റെ കസ്പ് സബ്ലോർഡ്, അതുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങൾ, നക്ഷത്രാധിപൻ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഫലങ്ങൾ വിലയിരുത്തുന്നത്. ഏഴാം ഭാവം ദോഷപ്പെട്ടാൽ കാണുന്ന പ്രശ്നങ്ങൾ: 1. വിവാഹതടസ്സം. വിവാഹം വൈകുക. നല്ല ബന്ധങ്ങൾ വന്നിട്ടും മുടങ്ങുക. നിശ്ചയിച്ച വിവാഹം നടക്കാതിരിക്കുക. 2. ദാമ്പത്യ പ്രശ്നങ്ങൾ. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, വഴക്കുകൾ, അകൽച്ച, വിശ്വാസക്കുറവ്. 3. വേർപിരിയൽ സാധ്യത. നിയമപരമായ പ്രശ്നങ്ങൾ, വിവാഹമോചന ചിന്തകൾ, ദീർഘകാല അകൽച്ച. 4. ബിസിനസ് പങ്കാളിത്തത്തിലെ പ്രശ്നങ്ങൾ, പങ്കാളിയുടെ വഞ്ചന, സാമ്പത്തിക നഷ്ടം, കരാർ തർക്കങ്ങൾ. 5. സാമൂഹിക ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ, മറ്റുള്ളവരുമായി ഒത്തുപോകാൻ ബുദ്ധിമുട്ട്, ശത്രുതകൾ വർദ്ധിക്കുക. ഏതൊക്കെ ഗ്രഹങ്ങൾ ഏഴാം ഭാവത്തെ ബാധിക്കാം? ശനി വിവാഹവൈകൽ, തണുത്ത ബന്ധം. ചൊവ്വ വഴക്ക്, കോപം, അഭിപ്രായ വ്യത്യാസം. രാഹു അസാധാരണ ബന്ധങ്ങൾ, ആശയക്കുഴപ്പം. കേതു അകൽച്ച, താൽപര്യക്കുറവ്. സൂര്യൻ അഹങ്കാര പ്രശ്നങ്ങൾ, ആത്മീയ പരിഹാരങ്ങൾ. ശുക്രനെ ശക്തിപ്പെടുത്തുക. ശുക്രൻ വിവാഹത്തിന്റെയും സ്നേഹത്തിന്റെയും കാരകനാണ്. വെള്ളിയാഴ്ച പ്രാർത്ഥന, മഹാലക്ഷ്മി ആരാധന, വെളുത്ത പൂക്കൾ സമർപ്പിക്കുക. ദമ്പതികൾക്ക് സഹായം ചെയ്യുക. ഗുരുവിന്റെ അനുഗ്രഹം നേടുക. വ്യാഴാഴ്ച ക്ഷേത്രദർശനം, മഞ്ഞ വസ്ത്രം അല്ലെങ്കിൽ കടലദാനം, ഗുരുമന്ത്രജപം. ശനി ദോഷമുണ്ടെങ്കിൽ ശനിയാഴ്ച ദരിദ്രർക്ക് അന്നദാനം, എള്ളെണ്ണ ദീപം തെളിയിക്കുക. ഹനുമാൻ ആരാധന. ചൊവ്വ ദോഷമുണ്ടെങ്കിൽ ചൊവ്വാഴ്ച സുബ്രഹ്മണ്യസ്വാമി ആരാധന, ഓം ശരവണഭവായ നമഃ ജപിക്കുക. പ്രായോഗിക പരിഹാരങ്ങൾ: ജീവിത പങ്കാളിയോട് തുറന്ന ആശയവിനിമയം നടത്തുക. കോപം നിയന്ത്രിക്കുക. പരസ്പര ബഹുമാനം വർദ്ധിപ്പിക്കുക. കുടുംബാംഗങ്ങളുടെ ഇടപെടൽ കുറയ്ക്കുക. ബിസിനസ് പങ്കാളിത്തത്തിൽ രേഖാമൂലമുള്ള കരാറുകൾ ഉറപ്പാക്കുക. കെ പി ജ്യോതിഷത്തിലെ പ്രധാന കാര്യം: ഏഴാം ഭാവത്തിന്റെ ഫലം കൃത്യമായി അറിയാൻ ജനന തീയതി, ജനന സമയം, ജനനസ്ഥലം ഇവ ഉപയോഗിച്ച് ഏഴാം കസ്പ് സബ്ലോർഡ്, നക്ഷത്രാധിപൻ, ദശ, ഭുക്തി എന്നിവ പരിശോധിക്കണം.